ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. മന്ത്രിയെ കാണാനെത്തി വൈറലായിരിക്കുകയാണ് കോട്ടക്കൽ GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെയാണ് തങ്ങളുടെ പുതിയ കെട്ടിടം പണിയണം എന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. കോട്ടക്കൽ GLP സ്കൂളിലെ 4ാം തരം വിദ്യാർത്ഥികളായ ശ്രീദേവ് RS, KM ആരതി കൃഷ്ണ, K. പാർവതി എന്നിവരാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ കാണാനായി മലപ്പുറത്തെത്തിയത്. അവരുടെ സ്കൂളിന് 119 വർഷത്തെ പഴക്കമുണ്ട്. മറ്റു സ്കൂളുകളെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. അടുത്തുള്ള മറ്റു സ്കൂളുകളിൽ പുതിയ കെട്ടിടവും കളിക്കാൻ പാർക്കും പൂന്തോട്ടവും നല്ല ക്ലാസ് മുറികളും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും ശുചിമുറികളും സ്കൂൾ ബസ്സുമെല്ലാം ഉണ്ട്. എന്നാൽ തങ്ങൾ 1915 നിർമ്മിച്ച ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിലാണ് പഠിക്കുന്നത്. ഈ സങ്കടങ്ങൾ ആ കുട്ടികൾ മന്ത്രിയെ ബോധിപ്പിച്ചു. ഈ വർഷത്തെ ഫണ്ടെല്ലാം തീർന്നു പോയതായും മറ്റ് സ്കൂളുകൾക്ക് അനുവദിച്ച ഫണ്ടുകളിൽ നടപ്പാക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിന് അനുവദിക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകി. കൂടാതെ ഈ ചോദ്യങ്ങളെല്ലാം അധ്യാപകർ പഠിപ്പിച്ചതാണോ എന്ന് കുട്ടികളോട് അദ്ദേഹം ചോദിച്ചത് തമാശ പടർത്തി. അടിസ്ഥാന സൗകര്യം വളരെ മോശമാണ്. ഒരു 120 വർഷം പഴക്കമുള്ള സ്കൂളാണ്. കോട്ടക്കൽ ആര്യശാലിൻ്റെ മുന്നിലുള്ള സ്കൂളാണ്. PK വാര്യർ സാർക്ക് പഠിച്ച സ്കൂളാണ്. എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ? സാർ അതിൻ്റെ നടപടികൾ ആയി വരുന്നത്. എത്ര രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്? 1 കോടി. ഇപ്പം എന്താ വേണ്ടത്? സ്കൂൾ പുതിയ കെട്ടണം. ഇതെല്ലാം സാറന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവന്നല്ലേ അല്ലേ? എത്രാം ക്ലാസ്സിലാ മോൻ? 4. ഇയാളോ? ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടോ അവിടെ? എങ്ങനെയുണ്ട്? മുട്ടയൊക്കെ കഴിച്ച? ചമ്മന്തി, പുതിയ ചമ്മന്തി, സാലഡ് ഇടാ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സാലഡ് ഉണ്ടായിരുന്നു. സ്കൂളിൽ ഉച്ചഭക്ഷണം നന്നായി ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. സാലഡ്, ചമ്മന്തി എന്നിവ കിട്ടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നും സാലഡ് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നെന്നും കുട്ടികൾ മറുപടി പറഞ്ഞു. എന്തായാലും പുതിയ സ്കൂൾ കെട്ടിടം കിട്ടുമെന്ന ആശ്വാസത്തിലാണ് കുട്ടികൾ അവിടെ നിന്ന് മടങ്ങിയത്. പൊതുപ്രവർത്തകനും സ്കൂളിലെ മുൻ PTA പ്രസിഡന്റുമായ മഠത്തിൽ രവിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറത്തെത്തിയ മന്ത്രിയെ നേരിൽ കണ്ട് കുട്ടികൾ നിവേദനം നൽകിയത്. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് A. സുധ, PTA പ്രസിഡന്റ് P. പ്രവീൺ, SMC ചെയർമാൻ പ്രബീഷ്, സുനിൽ വാര്യർ, അധ്യാപകനായ K. യാസർ അറാഫത്ത് എന്നിവരും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.